ടൈലറിംഗ് ക്ലാസ് നമ്പർ 44ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് ഇതിലില്ല, കുറച്ച് ഉണ്ട്, ബാക്കിയുള്ളത് അടുത്ത പാർട്ടില്ല കേട്ടോ. കാരണം ബ്ലൗസ് സ്റ്റിച്ചിങ് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പ്രിൻസസ് കട്ട് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ രണ്ട് പീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇത് രണ്ടെണ്ണം ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ 2 പീസ്, റൈറ്റ് സൈഡിൽ 2 പീസ്, അങ്ങനെയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ പീസും കൂടി യോജിപ്പിച്ച് എടുക്കാം. ഇപ്പോൾ 2 പീസും നമ്മൾ യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിൽ 2 പീസ്, ബാക്കിൽ നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് മടക്കി അടിച്ചാൽ മാത്രം മതി. ഫ്രണ്ടിൽ മാത്രമാണ് ഉള്ളത്. നമ്മൾ ജസ്റ്റ് 2 പീസുകൾ വെക്കുന്നു, യോജിപ്പിക്കുമ്പോൾ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് 2 പീസ്, ഫ്രണ്ടിൽ റൈറ്റ് സൈഡ് 2 പീസ്. ആ 2 പീസുകൾ ഓരോന്നോരോന്ന് വെച്ച് യോജിപ്പിച്ചെടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും ലെങ്ത്ത് കൂടുതൽ എന്താണെന്നാൽ നമ്മൾ 1 ഇഞ്ച് ലെങ്ത്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടക്കടിക്കുന്ന സമയത്ത് യോജിപ്പിക്കുമ്പോൾ ലെങ്ത്ത് ചില സമയം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് എക്സ്ട്രാ എടുത്തത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ പോകണം. ഞാൻ കട്ടിങ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. 40 ടൈലറിംഗ് ക്ലാസ്സിനപ്പോൾ 40-41 കണ്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എക്സ്ട്രാ എടുത്തൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹുക്കും ഐയൊക്കെ വെച്ച് കൊടുക്കണം. ഹുക്കും ഐയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കിക്കേ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ട് ചെയ്ത പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഹുക്ക് വെക്കാനും ഐ വെക്കാനും. ഹുക്ക് വെക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള പീസും ഐ വെക്കാനായിട്ട് 2.5 ഇഞ്ച് വീതിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഹുക്ക് വെക്കാനുള്ള പീസ് നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലോട്ട് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഐ വെക്കാനുള്ള പീസ് ബ്ലൗസിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നല്ല വശത്തിൻ്റെ മേലെ നമ്മുടെ ഹുക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ച് അതിനുശേഷം ഉള്ളിലോട്ട് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലാകുമ്പോൾ ഇത് അടിവശത്ത് 2.5 ഇഞ്ച് വീതിയാണ് ഇതിന് ഐ വെക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2.5 ഇഞ്ച് വീതിയുള്ള ഭാഗം നമുക്ക് അപ്പുറത്തതിൻ്റെ അടിവശത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കുക, ഇങ്ങനെ ആക്കിയ ശേഷം വീണ്ടും ആദ്യം ഒരു 1.5 ഇഞ്ചാണ് ആദ്യം പകുതി, ആ തുണിയുടെ പകുതി മടക്കി ഒപ്പം ഇങ്ങനെ സെറ്റാക്കി വെച്ച ശേഷം ഒരു പകുതി നമ്മൾ മടക്കി അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിലാണ് ഹുക്ക് വെക്കേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മളുടെ യൂത്തിൽ എല്ലാവരും തന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇടുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് കുറച്ചൊരു പ്രായമായവരാണ് 3 ടക്ക് ബ്ലൗസ് ഇടുന്നത്. ഇപ്പം നമുക്ക് സാധാരണ 3 ടക്ക് ബ്ലൗസ് അറിഞ്ഞില്ലെങ്കിലും പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാൻ തയ്യൽ മെഷീൻ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും തയ്ക്കാൻ. അപ്പോൾ ഇത് ഒരെണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുക. ഇനി ഐ വെക്കുന്ന ഭാഗത്ത് നമുക്ക് 2.5 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗം ഒന്ന് കറക്റ്റാക്കി കട്ട് ചെയ്തായിട്ടുണ്ട്. എന്നിട്ട് ഇതേ കണ്ടോ, നല്ല അടിയിലാണ് വെച്ചിരിക്കുന്നത്, നല്ല വശത്തല്ല, അതിൻ്റെ അടിവശത്ത് വെച്ച ശേഷം ഹുക്കിൻ്റെ ഭാഗത്തിന് അടിവശത്ത് വെച്ച ശേഷം നമ്മൾ ഒപ്പം വെച്ച് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 2 തവണ നമ്മൾ നല്ല വശത്തോട്ട് മടക്കിയെടുക്കുക. അത് എനിക്ക് കാണുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു പീസ് കണ്ടോ, ഈ ഒരു പീസിന് നമ്മൾ ആദ്യം പകുതി മടക്കി പിന്നെ കറക്റ്റ് പകുതി ആ തയ്യൽ തുമ്പിൻ്റെ കുറച്ചുകൂടി മുകളിലോട്ടേക്കാക്കി വെച്ച് അതൊക്കെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമ്മൾ വെച്ച് തയ്ച്ച് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പം നമ്മളിത് ഇതുപോലെ വെച്ച് ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അടിയത്തത് നമ്മളെ ഇതിപ്പോൾ നമുക്ക് ശരിക്കും മടക്കി അടിക്കണം കേട്ടോ. ഇത്ര ലെങ്ത്തൊന്നും വരില്ല, 2 ഇഞ്ച് മടക്കി അടിക്കാനുള്ളതാണ് അടിയിൽ. എന്നിട്ട് ഇങ്ങനെ വെച്ച ശേഷം ആ കഴുത്തിൻ്റെ ഭാഗത്തും കൂടി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിപ്പോൾ നല്ല വശമല്ലേ ഇരിക്കുന്നത്, ഇനി ബാക്ക് പോർഷൻ്റെ നല്ല വശം എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് വെക്കണം കേട്ടോ. ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടിയടിക്കണം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 2 ഷോൾഡർ ഒന്ന് കൂട്ടിയടിച്ച് കൊണ്ടുവരാം. ഷോൾഡർ കൂട്ടിയടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നെക്ക് തയ്ക്കണം. ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് തയ്ക്കണം, സ്ലീവ് ജോയിൻ ചെയ്യണം, അതിനുശേഷം ഇത് അടിമടക്കി അടിച്ച് ബോഡി ഷേപ്പ് ആക്കണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ഹുക്കും മയ്യും വെക്കണം. അതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ അതെനിക്കത് ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇത് ഫൈനലായിട്ടുള്ള ഫുള്ളായിട്ടുള്ള പാർട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് മറ്റേ ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് എടുക്കണ്ട. ഇത് കണ്ടല്ലോ, ഇതുപോലെ ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഇട്ടേ, നമുക്കിനി ഇതിൽ ഒരുപാട് പണി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് അടുത്തതിൽ പെടുത്താം. ഇതിപ്പോൾ നമുക്ക് ഇത്രയും വലുത് എന്താണ് അമ്മമാരുടെ ജാക്കറ്റ് പോലെ ഉണ്ടാകും വിചാരിക്കും. പക്ഷേ ഇത് 2 ഇഞ്ച് നമുക്ക് മടക്കണം. കണ്ടോ, നമുക്കിവിടെ ചോക്കിട്ട് മാർക്ക് ചെയ്തിരിക്കണുണ്ടോ. അപ്പോൾ അത്രയും ഭാഗം ഉള്ളിലോട്ട് മടങ്ങിപ്പോകുന്നത് കണ്ടോ, ഇങ്ങനെ ഉള്ളിലോട്ട് മടങ്ങിപ്പോകും. പിന്നെ സൈഡിൽ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചത് ഇതുപോലെ ഇവിടെയും പോകും. അപ്പോൾ അത് ഇത്രയും നമ്മുടെ ബ്ലൗസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കിനെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ക്ലാസ് നമ്പർ 41, 42, 43 ഉണ്ട്, കണ്ടു നോക്കുക ടൈലറിങ് ക്ലാസ്. സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഇടണമായിരിക്കും. താങ്ക് യു. ബാക്കിയുള്ള സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ. താങ്ക് യു.